കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ദിവസങ്ങളിൽ കോട്ടയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശം ഒരു സീരീസാണ്. നിങ്ങളുടെ അവയവങ്ങളെ അത്ഭുതമാക്കുക, അനുഗ്രഹമാക്കുക. നമ്മുടെ ശരീരം കർത്താവിൻ്റെ മന്ദിരമാണെന്നും നമ്മുടെ അവയവങ്ങൾ നമ്മൾ തന്നെ കർത്താവിൻ്റെ അവയവങ്ങളാണെന്നും ദൈവനാമ മഹത്വത്തിനെ ഉപയോഗിക്കണമെന്നും അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ കരം, നമ്മുടെ കാല് എല്ലാം ദൈവനാമ മഹത്വത്തിനായി കർത്താവിൻ്റെ അവയവങ്ങളായി മാറും. എൻ്റെ കരം കർത്താവിൻ്റെ കരമായി ഉപയോഗിക്കപ്പെടും യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തു ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കണ്ണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട അവയവമാകും. ആ കാഴ്ചപ്പാടിനെക്കുറിച്ച്, ഈ കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന പ്രതിസന്ധികളെ ഇനി കാണുന്നത് പ്രതികൂലമായിട്ടല്ല, പ്രതികൂലമായിട്ട് വന്നതിനെ പോലും അനുകൂലമായിട്ട് കാണുന്നൊരു കാഴ്ചപ്പാട്, ഒരു പുതിയ കണ്ണ്, ഹൃദയ ദൃഷ്ടിയാണ് പ്രകാശിപ്പിക്കുന്നത്. സോ വചനത്തിലേക്ക് കിടക്കാം. റോമാലേഖനം 6:17 മുതൽ 19 വരെയും 1 കൊരിന്ത്യർ 6:15 നമ്മൾ വായിച്ചത്. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞ്, നിങ്ങളുടെ അവയവങ്ങളെ അനുഗ്രഹമാക്കുക, അത്ഭുതമാക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടെ ആ വ്യക്തി മുഴുവനായും, ആ വ്യക്തിയുടെ ശരീരം മുഴുവനായും, ആ വ്യക്തിയുടെ വ്യക്തിത്വം മുഴുവനായും കർത്താവിൻ്റേതായി കഴിഞ്ഞു. തിരുവചനത്തിൽ വായിക്കുന്നു, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നാം ഇനി താന്താങ്ങൾക്കുള്ളവർ അല്ല, നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ്റേതത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നതിനി നമ്മളുടെ ശരീരം തന്നെ കർത്താവിൻ്റെ അവയവങ്ങളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ലേഖനങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ തന്നെ കർത്താവിൻ്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവയവങ്ങളെ ഇനി ദൈവപ്രവർത്തിക്കായി ഏൽപ്പിക്കണം. കർത്താവിന് സമർപ്പിച്ച അവയവങ്ങളുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കണ്ണ് കർത്താവ് അനുഗ്രഹമാക്കും, അത്ഭുതമാക്കും. നമ്മുടെ കാത് കർത്താവ് അനുഗ്രഹമാക്കും, അത്ഭുതമാക്കും. നമ്മുടെ കരങ്ങൾ കർത്താവ് അനുഗ്രഹമാക്കും, അത്ഭുതമാക്കും. നമ്മുടെ കാൽ ചുവടുകൾ കർത്താവ് അനുഗ്രഹമാക്കും, അത്ഭുതമാക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ അശുദ്ധിക്ക് ഉപയോഗിക്കപ്പെട്ട, ഒരിക്കൽ തിന്മയ്ക്ക് ഉപയോഗിക്കപ്പെട്ട, ഒരിക്കൽ തകർച്ചയ്ക്ക് ഉപയോഗിക്കപ്പെട്ട നമ്മുടെ അതേ അവയവങ്ങൾ അത്ഭുതത്തിനായിട്ട് കർത്താവ് ഉപയോഗിക്കാൻ പോവുക. നമ്മുടെ അവയവങ്ങൾ തന്നെ, നമ്മുടെ വാഗൊണ്ട് പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് വിന ഒരിക്കൽ വരുത്തിയെങ്കിൽ, അല്ലേ, ചിലതൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടത് അബദ്ധമായി പോയി, ആ പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ആകമാനം പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിൽ, ഇപ്പോൾ ഇതാ നീ പറഞ്ഞു വിടുന്ന വാക്ക് തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന പോലെ. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അവയവങ്ങൾ മുഴുവൻ സമർപ്പിക്കപ്പെടണം, മുഴുവൻ സമർപ്പിക്കണം.
ഒന്ന് സ്വന്തം അവയവങ്ങളൊന്ന് തൊട്ടുകൊണ്ട് എൻ്റെ കണ്ണും എൻ്റെ തലയും എൻ്റെ ചെവിയും എൻ്റെ നാവും എൻ്റെ കൈകളും എൻ്റെ വിരലുകളും എൻ്റെ കാലും എൻ്റെ ഹൃദയവും എൻ്റെ ശരീരം മുഴുവൻ കർത്താവിൻ്റെ അവയവമായി, അത്ഭുതത്തിനായി, അനുഗ്രഹത്തിനായി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. 1-2 പേരോട് പറഞ്ഞ്, നിങ്ങൾക്ക് വിന വരുത്തിയ നാക്ക് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കും. പറഞ്ഞാട്ടെ. വീണ്ടും 1-2 പേരോട് പറഞ്ഞ്, നിങ്ങൾക്ക് വിന വരുത്തിയ കണ്ണ് തന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ആമേൻ. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കണ്ണിനെ കുറിച്ചാണ്. എങ്കിലും ആ വാക്യങ്ങൾ, ആധാരവാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. റോമ ലേഖനത്തിൽ നിന്നും 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. റോമർ 6:17 മുതലും 1 കൊരിന്ത്യർ 6:15. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അടുത്തിരിക്കുന്ന ആൾ, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ തന്നെ സമർപ്പിക്കണം. ഞങ്ങളെ കൊണ്ടൊക്കത്തില്ലല്ലോ എന്നൊന്ന് പറഞ്ഞാട്ട്. അത് അവരവർക്ക് മാത്രമേ ചെയ്യുവാനൊക്കത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവം തമ്പുരാന് പോലും ഒക്കത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവം തമ്പുരാൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റും. യേശു കർത്താവിന് ജീവിതം കൊടുത്തവർ തീരുമാനിക്കണം, എൻ്റെ നാക്കിനെ ഞാൻ കർത്താവിനാൽ നിയന്ത്രിച്ചതാക്കും. എൻ്റെ കണ്ണുകളെ, എൻ്റെ കാതുകളെ, എൻ്റെ ചുവടുകളെ, എൻ്റെ ശബ്ദങ്ങളെ, എൻ്റെ വാക്കുകളെ, എൻ്റെ പാട്ടിനെ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളെ, എൻ്റെ പണമിടപാടുകളെ സകലവും കർത്താവിന് പ്രസാദകരമാക്കി ഞാൻ മാറ്റും എന്ന് പറയുമ്പോൾ നിനക്ക് വിന വരുത്തിയ അവയവങ്ങൾ തന്നെ നിനക്ക് അനുഗ്രഹമാകും, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. മാത്രമല്ല, അതേ അവയവങ്ങൾ ഒരത്ഭുതം സൃഷ്ടിക്കാൻ പോകുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പത്രോസിനും യോഹന്നാനും നമുക്കുള്ളതുപോലെ കണ്ണുകളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കണ്ണുകളെ കർത്താവ് അത്ഭുതകരമായി ഉപയോഗിച്ചു. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇതാ 2 ദൈവദാസന്മാരുടെ കണ്ണുകൾ അത്ഭുതമായി മാറ്റപ്പെട്ട ഭാഗം നമ്മൾ വായിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഈ യെരുശലേം ദേവാലയത്തിന് പല ഗേറ്റുകളുണ്ട്. ഷീപ്പ് ഗേറ്റ്, ആട്ടുവാതിൽ, ഇങ്ങനെ പല വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിലാണ്, ഒരു ഗേറ്റിൻ്റെ പേരാണ് സുന്ദരം, ബ്യൂട്ടിഫുൾ എന്നാണ് ഗേറ്റിൻ്റെ പേര്. അവിടെ കൊണ്ട് ഒരാളെ എന്ത് ചെയ്യും? ആൾക്കാർ ചുമന്നുകൊണ്ട് എന്ത് ചെയ്യും? ഇരുത്തും. എന്ത് ചെയ്യും? വരുന്നവരോട് ഭിക്ഷയാചിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലാണെങ്കിലും ആരാധനയിടയിലാണെങ്കിലും ചിലർക്ക് ലക്ഷ്യം വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ പൈതല് ഇവിടെ വലിയ സ്വർഗീയ മണിമുത്തുകൾ വിതറിക്കൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. അങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തുമാറുണ്ട്. സ്തോത്രം. ഈ മനുഷ്യൻ അനേകർക്ക് ഭാരമാണ്. അനേകർ ഇയാളെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. ഒന്നോർത്ത് നോക്കൂ, വല്ലവരുടെയും കാലിൽ നടക്കുന്നവനെ സ്വന്തം കാലിൽ നടത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ ഒരു പരാശ്രയ ജീവിയായി എനിക്ക് ജീവിക്കേണ്ട എന്നുള്ളതാണ് എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം, അല്ലേ? നമുക്ക് ആർക്കും ഇഷ്ടമില്ല ആരെയും ഉപദ്രവിക്കുന്നത്, ആരെയും കഷ്ടപ്പെടുത്താതെ അങ്ങ് പോകണം. അടുത്തിരിക്കുന്ന പോകുന്ന കാര്യമല്ല, ഇവിടെ ജീവിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ ഉള്ളിടത്തോളം മറ്റുള്ളവർക്ക് കഷ്ടപ്പാടായിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിന്നെ മറ്റുള്ളവർക്ക് കഷ്ടപ്പാടല്ല, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാക്കി ഉപയോഗിക്കുന്ന നല്ല കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞ് കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കണ്ണ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും. മറ്റുള്ളവർ നമ്മളിലൂടെ ഒരു അത്ഭുതം പ്രാപിക്കും. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ദോഷമുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും, അഥവാ ലൈഫ് മുഴുവനും നർദ്ദം. നോട്ടം ശരിയല്ലേ, ജീവിതം മുഴുവൻ പോക്കാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കണ്ട പോലെ നോക്കിക്കേ, കർത്താവ് തന്ന കണ്ണുമായിട്ടൊന്ന് നോക്കിക്കേ, വിശ്വാസ കണ്ണുകളോടെ കാര്യങ്ങളെ ഒന്ന് നോക്കിക്കേ.
പ്രതിസന്ധി പോലും അനുകൂലമായി മാറും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഇവനെ കൊണ്ട് ഇരുത്തുമാറുണ്ട്, ഇവൻ പരാശ്രയ ജീവിയാണ്. താഴോട്ട് വായിക്കാം. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ഇവരോട് എന്ത് ചെയ്തു? ഭിക്ഷ ചോദിച്ചു. ഈ വ്യക്തിയുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, വരുന്നവർ കരുണ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വരുന്നവർ എന്നോട് എന്ത് ചെയ്യണം? കരുണ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ആരാധിച്ചിട്ടില്ല. ഇങ്ങനെ ഇതുവരെ ദേവാലയത്തിൽ കയറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഇതുവരെ ആരാധനയുടെ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചിട്ടില്ല. എന്നാൽ ആരാധിക്കുന്നവരുടെ അനുഗ്രഹം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നവരോട് ഞാൻ പറയാം, ചിലർ ചുമന്നായിരിക്കും ഇവിടെ കൊണ്ടുവന്നത്, ഇന്ന് ഇവിടുന്ന് മടങ്ങാൻ പോകുന്നത് തുള്ളിച്ചാടിയ. കാരണം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് പ്രൈസ് ദി ലോർഡ് ഒരു സഭയുടെ നാമമല്ല, ദൈവദാസന്റെ നാമമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ, ഉയർച്ച തരുന്ന, ഉയർത്തുന്ന, തകർന്ന് കിടക്കുന്നവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന, വീണ് കിടക്കുന്നവനെ ഉയർത്തുന്ന നാമം അത്ര ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. ആ നാമം ഒന്ന് വിളിച്ചു പറയുമോ? അയ്യോ, ആ നാമം പറയുമ്പോൾ അത്ര ശബ്ദം പോരല്ലോ. നമ്മളെ ഉയർത്തിയ നാമമല്ലേ? ഈ ദേശം കേൾക്കട്ടെ. നാമം അത്ഭുതത്തിന്റെ നാമം. കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു കണ്ണും പറയാൻ ഈ നാമവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും അനുകൂലമാകും. ഏത് തളർച്ചയും ഡാൻസായി മാറും. ഏത് പിച്ച തണ്ടുന്നവനും അപ്പോസ്തലന്റെ കൂടെ നിൽക്കും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ് അത്ഭുതത്തിന്റെ ഒരു കണ്ണും യേശുവിന്റെ നാമം പറയുന്ന ഒരു നാവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു അത്ഭുതമായി മാറ്റപ്പെടും. നിങ്ങൾ പറയുന്നത് അത്ഭുതമായിരിക്കും. നിങ്ങളുടെ ജീവിതം ആകെ മാറ്റപ്പെടും. വല്ലവരുടെയും മുമ്പിൽ കൈ നീട്ടിയവൻ അനേകർക്ക് കൊടുക്കുന്നവനായി മാറും. വല്ലവരുടെയും തോളിൽ ചുമക്കപ്പെട്ടവനായി നടന്നവൻ നൃത്തം ചെയ്യുന്നവനായി മാറും. പ്രൈസ് ദി ലോർഡ്. അവൻ വല്ലതും കിട്ടും എന്ന് വിചാരിച്ച് കൈ നീട്ടി. അടുത്തിരിക്കുന്ന ആൾ വല്ലതും കിട്ടുമോ എന്നോ? എല്ലാം കിട്ടുമെന്ന് പറ. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ വല്ലതും കിട്ടുമോ എന്നോ? ഹല്ലേലൂയ. വല്ലതും കിട്ടുമെന്നും കൊണ്ടായി പുള്ളി കൈ നീട്ടിയത്. പക്ഷെ കൈ നീട്ടിയത് ആരുടെ മേലാണെന്നറിയോ? യേശുവിൻ്റെ നാമം വിളിച്ചവൻ്റെ മേൽ. ദൈവത്തിൻ്റെ മക്കളോടൊരു കാര്യം പറയാം. ദൈവമക്കളുടെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നോ എന്ന് പറയരുത്. കയ്യിലില്ലേലും നോ എന്ന് പറയരുത്. വഴി ഉണ്ട് ബ്രദർ എന്ന് പറയും. ആ വഴിയുടെ പേരൂടെ പറയണമെന്ന് വിളിച്ചു പറഞ്ഞാൽ. അവൻ കൈ നീട്ടിയപ്പോൾ ഞങ്ങൾക്ക് വല്ലതും തരണേ, വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് കൈ നീട്ടി. നമുക്ക് താഴോട്ട് വായിക്കാം. കൈ നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. ആമേൻ. ഈ സ്വർഗീയ വിരുന്ന് മുഖേന നടന്ന കൊണ്ടിരിക്കുന്ന ഈ അത്ഭുത ഉണർവ് അനേകർക്ക് അത്ഭുതം. ഇതെന്താന്ന് ഒറ്റ കാര്യമുള്ളൂ. പത്രോസും യോഹന്നാനും ഒന്ന് ചുറ്റു നോക്കി. കൈയെടുത്ത് പറഞ്ഞു, നമ്മൾ ഇത്ര നാൾ ഒന്ന് ചുറ്റു നോക്കി. ഈ ഒന്നിച്ചുള്ള നോട്ടം മാറ്റാവോ എന്നാണ് കുറേ നാളായിട്ട് സാത്താൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. കോട്ടയം വഴിയും അതിലെയും ഇതിലെയും ഒക്കെ പേറ്റി നോക്കിയിട്ടും നോട്ടം ഒന്നിച്ചു തന്നെയാണ്. സഭ ഒന്നിച്ചൊരു വിഷയത്തെ നോക്കിപ്പോയോ? സഭ ഒന്നിച്ചൊരു വിഷയത്തെ നോക്കിയാൽ അവിടെ വിടുതല. യേശുവിൻ്റെ നാമത്തിൽ നോക്കിയാൽ അവിടെ അത്ഭുത വിടുതല. പത്രോസും യോഹന്നാനും അവനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ തന്നെ വിടുതല. അതോ ഉറ്റുനോക്കിയിട്ട് കൈ തോണ്ടിട്ട് പറഞ്ഞു, സഹോദര ഇത് കട്ടി കേസാ, പോയേക്കാന്ന് പറഞ്ഞില്ല. ഉറ്റുനോക്കി. പ്രതിസന്ധി നിന്നെ നോക്കുമ്പോൾ നീ അതിനെ നോക്കണം. അടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞ പ്രതിസന്ധി നിന്നെ നോക്കുമ്പോൾ ചുമ്മാ നോക്കരുത്, സ്വന്തം ബലത്തിൽ നോക്കരുത്. ആത്മാവിൻ്റെ ശക്തിയോട് അതിനെ ഉറ്റുനോക്കി. ഇന്നൊരു അത്ഭുതത്തിൻ്റെ കണ്ണുമായ ദൈവത്തിന് മക്കൾ മടങ്ങാൻ പോകുന്നു.
അത്ഭുതത്തിൻ്റെ കണ്ണുമായ ദൈവത്തിൻ്റെ മക്കൾ മടങ്ങാൻ പോകും. ലൈവായി എന്നെ കേട്ടോണ്ടിരിക്കുന്നതോട് ഞാൻ പറയാം, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ പ്രതിസന്ധി അല്ല നോക്കുന്നത്, നിന്റെ കണ്ണിൻ്റെ നോട്ടം മാറിയിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളുടെ മുമ്പോട്ടുള്ള പോക്കിൽ അവരുടെ നശിച്ചുപോയ ദേവാലയം വീണ്ടും പണിയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ 3 ലീഡേഴ്സ് അവർക്കുണ്ടായിരുന്നു. സെരുബാബേൽ, യോശുവ എന്ന മഹാപുരോഹിതൻ എന്നൊക്കെ പറയുന്നു. അതേ കാലത്ത് തന്നെ എസ്രാ, നെഹമ്യാവ് മുതലായ ശാസ്ത്രിമാർ ഉണ്ടായിരുന്നു. അതേ സമയത്ത് അവർ ഒരു ദേവാലയം പണിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്ത് ചെയ്യാം, അവർ പണി തുടങ്ങിയപ്പോൾ ഒത്തിരി പേര് എതിർക്കാൻ തുടങ്ങി. സ്തോത്രം. ഇത് നടത്തത്തില്ല എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുക്കൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പേപ്പേഴ്സ് ഒത്തിരി പോയി. കൈ കൊടുത്ത് പറഞ്ഞു, നിൻ്റെ ഒറ്റ നോട്ടത്തിൽ പേപ്പറൊക്കെ കരിഞ്ഞു പോവും. നിങ്ങൾ ഇഷ്ടമുള്ളവർ ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇവരുടെ പണിക്കെതിരെ സൻബല്ലത്ത്, തോബിയാവ് മുതലായവരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ, രാജാവിന് കംപ്ലൈൻറ്റ് കൊടുത്തു. നിയമപ്രശ്നങ്ങൾ കൊണ്ടുവരാവോ നോക്കി, ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരാവോ നോക്കി. പക്ഷേ എന്തോ ചെയ്യാനാണ്, ഇവരുടെ നോട്ടം ഒരാളിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. സൂര്യനെ കവിയുന്ന വെട്ടത്തിൽ നട്ടുച്ചയ്ക്ക് പൗലൂസിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പൗലൂസിന്റെ കയ്യിലിരുന്ന അധികാരപത്രം താഴെ വീണെങ്കിൽ പൗലൂസ് ആളെന്ത് ഭയങ്കരനായിരുന്നറിയാമോ? അദ്ദേഹം ഒരു ജോലി ഏറ്റെടുത്തു, സഭയെ ഉപദ്രവിക്കൽ. വേറെ ഒരു ജോലിയും പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളിയുടെ നല്ല നേരത്താണ് എന്ത് ചെയ്തത്, ആരെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു? സഭയെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുന്നവനെ നിന്റെ കയ്യിലിരിക്കുന്ന അധികാരപത്രം കർത്താവ് ദൂരെ കളഞ്ഞിട്ട് ഞങ്ങളെ എടുപ്പിച്ച പോലെ ഈ പുസ്തകം നിന്നെ എടുപ്പിക്കും. ഈ പുസ്തകം നിന്നെ എടുപ്പിക്കും. മാത്രമല്ല, മോനെ പൗലൂസേ, മോനെ ശൗലേ, നിന്റെ കയ്യിൽ ഒരു കീറ്റ പേപ്പറിലല്ലേ പുരോഹിതന്മാർ എഴുതി തന്നത് സഭയെ ഉപദ്രവിച്ചോളാൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുഖം നീ കണ്ടു കഴിയുമ്പോൾ, എൻ്റെ കണ്ണിലേക്ക് നീ നോക്കിക്കഴിയുമ്പോൾ, എൻ്റെ സ്നേഹത്തിൻ്റെ വെട്ടം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, നിന്നെ പറഞ്ഞ് ചാടെ കയറ്റി എഴുതി തന്ന സഭയെ ഉപദ്രവിക്കാൻ വിട്ടില്ലേ, അവൻ സ്നേഹിച്ചതിനേക്കാൾ വലിയൊരു സ്നേഹം ഞാൻ നിന്നെ സ്നേഹിച്ചു. അവൻ നിനക്ക് തന്നതിനേക്കാൾ ചില നന്മകൾ നിനക്ക് തരാൻ എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. ആ നോട്ടം കരിച്ചു കളയുന്ന നോട്ടമല്ലായിരുന്നു. ആ നോട്ടം തിന്മകളെ കരിക്കുന്നതും സ്നേഹത്തിൻ്റെ ശക്തി പകരുന്നതുമാണ്. ആ നോട്ടം യേശു നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ സഭയെ ഉപദ്രവിക്കാൻ, അവിടെ ഉള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുവാൻ പള്ളികൾക്ക് അധികാരം കൊടുക്കുന്ന യെരുശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാർ എഴുതി കൊടുത്ത അധികാരപത്രം എവിടെ പോയെന്ന് കണ്ടില്ല. അനന്യാസിന് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അനന്യാസ് തന്നെ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, അവനെ സൂക്ഷിച്ചോണേ, ആളുടെ കയ്യിൽ അധികാരപത്രം ഉണ്ടെന്ന്. ഹലോ, ഭൂമിയെ സൃഷ്ടിച്ചവനോട് പറയുക. സ്തോത്രം. ഇവൻ്റെ ഫ്യൂസ് ഊരാൻ കഴിവുള്ളവനോട് പറയുക, അവനെ സൂക്ഷിച്ചോണം, അവൻ്റെ കയ്യിൽ അധികാരപത്രം ഉണ്ടെന്ന്. ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ, ആരോടായി പറയുന്നതെന്ന് ചോദിച്ചു. ആ അനന്യാസിന് കർത്താവ് വെളിപ്പെട്ട ഭാഗം ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അപ്പോസ്തലപ്രവൃത്തി 9:10 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർശോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. അടുത്തിരിക്കുന്ന ആൾ ഞാൻ മറിഞ്ഞിരിക്കുകയൊന്നും വേണ്ട, അഡ്രസ്സ് കർത്താവിന് അറിയാമെന്ന് പറഞ്ഞു. സ്ട്രീറ്റ് നെയിം അടക്കം മൊബൈൽ ഫോണിൻ്റെ റേഞ്ചൊന്നും കർത്താവിന് പിടിക്കണ്ട. ഇപ്പോൾ ഏത് ടവറിൻ്റെ കീഴിലാണ് സിഗ്നലിലായിരിക്കുന്ന ഒന്നും നോക്കണ്ട, വ്യക്തമായിട്ടറിയാം. നേർവീഥി എന്ന തെരുവിൽ ശിമോൻ്റെ വീട്ടിൽ ഇരിക്കുകയല്ല, ഞാൻ ഇരുത്തിയിട്ടുണ്ട്, ഓടിച്ചു മടക്കി ഇരുത്തിയിട്ടുണ്ട്. അനന്യാസിനെ കർത്താവ് വിളിച്ചു. ഈ സമയത്ത് സഭ മുഴുവൻ ഭയന്നിരിക്കുക. സഭയുടെ പേടി എന്താണെന്നറിയാമോ? പൗലൂസ് വരുന്നു, ശൗല് വരുന്നു, സഭയെ ഉപദ്രവിക്കുകയാണ്, സംഭവിക്കാൻ പോകുക. എന്നാൽ ആ സമയത്ത് എവിടെ ഭയന്നിരുന്ന സഭയ്ക്കകത്ത് അനന്യാസ് എന്ന് പറയുന്ന ആ സഹോദരനെ കർത്താവ് വിളിക്കുക രാത്രി ദർശനത്തിൽ. അനന്യാസേ, വായിച്ചാട്ടോ. അവൻ പറഞ്ഞ, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. വായിക്കുമോ? കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർശൂസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കാം. അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു?
ഹലോ, കൊല്ലിച്ചല്ല, നിർത്തിയോ? പ്രാർത്ഥന തുടങ്ങിയോ? ഹല്ലേലൂയ പറ. പ്രാർത്ഥന തുടങ്ങുമെന്ന് പറ. 1-2 പേരോട് പറ. ആക്രോശം. അവൻ കുലയും കുല നിശ്വസിച്ചൊന്നാ. ഞാൻ കൊലപാതകമായിരുന്നു പുള്ളി ശ്വസിക്കുന്നതെന്നാണ് ബൈബിളിൽ എഴുതി. എന്തുവാ? പുള്ളിയുടെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും എന്തുമായിരുന്നു? കൊലപാതകമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുക? ഭയങ്കരം പ്രാർത്ഥനയാണ്. തുടർന്ന് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയാം, എല്ലാവരേക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇതുപോലെ എഴുതി ഒരു അപ്പോസ്തലൻ വേറെ ഇല്ല. സ്തോത്രം. ഇപ്പോൾ ആക്രോശിക്കുന്നവരൊക്കെ സ്വോത്രം വെക്കുന്ന കാണാൻ പോവാം നമ്മൾ. ഒന്ന് കർത്താവിനെ സ്തുതിച്ച ദൈവത്തിൻ്റെ മക്കൾ, ഈ കർത്താവിൻ്റെ അത്ഭുതം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഓ, കരമൊന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. അത് പോരല്ലോ, അല്പസമയം ഒന്ന് കരമടിച്ച് ഈ കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ. ഓ, നന്ദി കർത്താവേ. നാം ആരാധിക്കുന്ന കർത്താവ് അത്ഭുതത്തിന്റെ കർത്താവ്. നാമം അത്ഭുത നാമമാ. നാമത്തിലെല്ലാം മുഴങ്കാലും മടങ്ങും. നാമത്തിന് മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങും. താങ്ക് യു ജീസസ്. അവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരെ കൊല്ലുന്നവൻ ഇപ്പൊ എന്തോ ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം. അനനീയാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു. ഹലോ, പുറത്തെ കണ്ണെന്ത് ചെയ്തിരിക്കുക? അടഞ്ഞിരിക്കുന്നു. അകത്തെ കണ്ണ് തുറന്നിരിക്കുന്നു. ഈ കണ്ണിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ കണ്ണിനെ കർത്താവിന് സമർപ്പിക്കുക. റോമാലേഖനം പറയണം, നിങ്ങളുടെ അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. പ്രശ്നങ്ങൾ കാണുന്ന കണ്ണ് അടഞ്ഞിരിക്കുന്നു. പ്രതികൂലങ്ങൾ കാണുന്ന കണ്ണ് അടഞ്ഞിരിക്കുന്നു. ദർശനങ്ങൾ കാണുന്ന കണ്ണ് കർത്താവ് തുറന്നിരിക്കുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. They shall dream dreams. Hallelujah. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളിന്ന് സ്വർഗീയ വിരുന്നിൽ എന്തെങ്കിലും കാണുന്നെങ്കിൽ അത് പണം വെച്ച് തുടങ്ങിയതല്ല. ഇന്നിവിടെ വന്നതും ഇതെടുത്തതും പണം വെച്ചല്ല. ദർശനം പറഞ്ഞാട്ടെ. ദർശനം. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ കേട്ടത് കർത്താവ് നമുക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവയവമായ കണ്ണിനെ കുറിച്ച്. ഈ അവയവം വെറും ഭൗതിക കണ്ണല്ല, നമുക്കൊരു ആത്മീയ കണ്ണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനും അനുഭവിക്കുന്ന പ്രതിസന്ധിയെ കണ്ട് അയ്യോ തീർന്നേ, എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറയരുത്. അത് സാധാരണ മനുഷ്യർ പറയുന്ന. എന്നാൽ ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ വിശ്വാസ കണ്ണാൽ നമ്മൾ കാണുമ്പോൾ, ദൈവവചനത്തിൻ്റെ കണ്ണുകളിലൂടെ ആ പ്രോബ്ലത്തെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം മാറിപ്പോവും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അങ്ങനെയൊന്ന് പറഞ്ഞേ. പ്രശ്നമേ, നീ എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല, നീ മാറിപ്പോകും. അത് തന്നെയാണല്ലോ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ സംഭവിക്കും. മലയെ നോക്കിക്കൊണ്ട് അയ്യോ ഭയങ്കര മലയാണ് എന്ന് വേണേൽ പറയാം. അപ്പം മലയെ ഭയങ്കരമായിട്ട് കണ്ട് മലയെ വർണ്ണിക്കാനല്ല, പ്രശ്നത്തെക്കുറിച്ച് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ച്, പ്രശ്നത്തോട് പറയാൻ, പ്രശ്നത്തോട് സംസാരിക്കുന്നൊരു കണ്ണാണ് നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെ പത്രോസ് യോഹന്നാനും ഉറ്റു നോക്കി നമ്മൾ വായിക്കുന്നു. ആ കണ്ണുകളിലൂടെ ദൈവിക വിടുതൽ വ്യാപരിച്ചു. മാത്രമല്ല സുവിശേഷത്തോട് എതിർത്തു നിന്ന ഒരു വ്യക്തിയെ പൗലോസ് നോക്കിയപ്പോൾ ആ വ്യക്തി തളർന്ന് താഴെ വീണു. കണ്ണുകളിൽ അത്ഭുതമുണ്ട്. ആ പ്രോബ്ലത്തെ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് നോക്കാതെ നീ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള മട്ടിൽ ആ കടഭാരത്തെ ഒന്ന് നോക്കി, ആ രോഗത്തെ ഒന്ന് നോക്കി. നിങ്ങളുടെ കണ്ണുകളിൽ കൂടെ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായി കർത്താവിൻ്റെ വിടുതൽ ഈ നിമിഷം സംഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ ഇനി പ്രതികൂലമായിട്ടല്ല പുതിയൊരു കണ്ണോടെ ഞങ്ങൾ കാണുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അടിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൈശാചിക കെട്ടുകൾ പൊട്ടട്ടെ. ആ പ്രതിസന്ധിയായി നിൽക്കുന്ന വലിയ മല അത് മുമ്പിൽ നിൽക്കത്തില്ല. സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയാകുമെന്ന് പറഞ്ഞതുപോലെ
പ്രതിബന്ധങ്ങൾ മാറട്ടെ, മരിക്കുമെന്ന് പറഞ്ഞിടത്ത് ജീവൻ വ്യാപരിക്കട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുത വിടുതൽ പകർന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതുകൊണ്ട് പുതിയൊരു കണ്ണുകളോടെ ഇന്ന് പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിസന്ധിയല്ല കാണാൻ പോകുന്നത്, കർത്താവ് മുമ്പിൽ നിൽക്കുന്നത് കാണുക, മുൻപോട്ട് കുതിക്കുക, സന്തോഷത്തോടെ അടുത്ത ദിവസത്തെ നമുക്ക് വരവേൽക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. न जाने कितने कोड़े खाए मुझ जैसे पापी के लिए, प्रेम का सागर है तू, शांति का राजकुमार है तू. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, शांति का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे